is observed as Bashir Day to commemorate the death anniversary of Vaikom Muhammad Bashir, one of Kerala's most influential writers, who passed away on July 5, 1995. Bashir was a famous Malayalam writer known for his unique storytelling style, humor, and deep understanding of human nature. He was also fondly called by the name Bepur Sultan, as he was born in Bepur, Kozhikode, and wrote stories about his life there. Bashir's life and writing teaches about the power of observation, the importance of simplicity, and the beauty of human experiences, even in difficult situations. He also encourages us to think critically and appreciate our language and culture. Bashir was a great humanist who believed in universal values like compassion, tolerance, and love. He also actively participated in India's freedom struggles. He used simple everyday languages that everyone could understand, making his stories popular with both critics and common people. Bashir received numerous accolades in his literary contributions, including Padma Shri in 1982, the Sahitya Akademi Fellowship, and the Kerala Sahitya Akademi Fellowship. His works have been translated into many Indian and international languages, earning him global recognition. മലയാള തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ, ജീവിതത്തിൽ ചോര ചിന്തിയ കവിത കൊണ്ടൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. മലയാള തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ. ഒന്ന് മാറി നിക്ക്, ഞാൻ അങ്ങ് കടക്കട്ടെ. ഇവിടെ വെളിച്ചമില്ല. അല്ല, നിങ്ങൾ ഇവിടെ ഇരുട്ടത്ത് കുത്തിയിരിക്കുക, ആ വെളിച്ചം കിട്ടാ. എല്ലാരും നേരത്തെ വന്നല്ലേ, ഞാൻ വരാൻ ഇച്ചിരി വൈകിപ്പോയി. ഒന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങളെന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇന്നെ മനസ്സിലായില്ല? ഞാനാ സൈനബ. ആ, അത് തന്നെ, മുച്ചീട്ട് കളിക്കാരന്റെ മകൻ സൈനബ തന്നെ. അല്ലൂയ്, ബാപ്പല്ല വരുന്നത്. റബ്ബേക്ക് പേടിയാവുന്നു. ഒളിച്ചു നിൽക്കാം. പോയി സമാധാനമായി. എന്താന്നോ, മൂപ്പരാള് നമ്മളെ കണ്ട വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നും പറഞ്ഞ് നടക്കുക. നമ്മള് മുത്തപ്പാനെ നിക്കാഹ് കഴിച്ചതിന്. എന്റെ കെട്ടിയോൻ മുത്തപ്പാനാണെങ്കിൽ മൂപ്പർക്ക് കണ്ണെടുത്താ കണ്ടൂടാ. എന്നിട്ടോ ദേഷ്യം മുഴുവൻ എന്നോടും. എന്താന്നോ, നമ്മളല്ലേ മൂപ്പരെ മുച്ചിട്ട് കളിയിൽ പൊട്ടിച്ചത്. നമ്മള് പുറത്തു പോയിട്ട് വരാം. ഈ പാല് കുടിച്ചിട്ട് പോയിക്കോളി. ഇക്കൊരു കാര്യം പറയാനുണ്ട്. വേലക്കാരുടെ കാര്യമാണെങ്കില് നമ്മൾ നാളെ ശരിയാക്കി തരാം. അല്ല, അനക്കപ്പൊരു വേലക്കാരി അല്ലേലും BA വരെ പഠിച്ചിട്ട് അടുക്കളയിൽ നിന്ന് നൽകാനാണല്ലോ യോഗം. പക്ഷെ ഞാൻ അത് പറയാനല്ല വന്നത്. ഇക്കൊരു പൂതി, ഒരു പൂവൻ പഴം തിന്നാൻ ഒരു പൂതി. അനക്കൊരു പൂവമ്പഴല്ല, ഒരു കൊല പൂവമ്പഴ കൊണ്ടുവരും ഈ അബ്ദുൽ കാലം സാഹിബ്. ഒരു കൊല പൂവൻ പഴം വേണ്ട, 2 പൂവൻ പഴം മതി. അവിടെ ഇവിടെ നിൽക്കാതെ വേഗം വരണേ. ഞാൻ ഒറ്റക്കാന്നുള്ളൊരു വിചാരം വേണം നിങ്ങൾക്ക്.